ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ ടാറാസ് ടാരോട്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ഇവിടെ റീഡ് ചെയ്യാൻ പോകുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, അതുപോലെ തന്നെ നെക്സ്റ്റ് ആക്ഷൻ ടുവേർഡ്സ് യു. ഓക്കെ, അതായത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്തൊക്കെയാണ്, അതായത് നിങ്ങളെക്കുറിച്ചും അതുപോലെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും എന്തൊക്കെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും, അതുപോലെ തന്നെ അവർ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നെക്സ്റ്റ് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടോ, ആ ആക്ഷൻ എന്താണ് എന്നാണ് കൂടി നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് ആ സമയം തൊട്ട് ഇത് വാലിഡ് ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി കാണുന്നവരാണെങ്കിൽ ആ ഒരു രീതിയിൽ മാത്രം ഈ ഒരു റീഡിങ്ങിനെ എടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബ്രീത്ത് ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൂമെൻറ്റ്സ് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം 3 തവണ മനസ്സിൽ പറയുക. എന്നിട്ട് റീഡിംഗ് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം നിങ്ങൾ ഈ റീഡിങ് കാണുക. ബിസി ടൈമിൽ ഒരിക്കലും നിങ്ങൾ ഈ റീഡിങ് കാണരുത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കത് റെസനേറ്റ് ആകുകയില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പറയുന്ന പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം എടുക്കുക. നെഗറ്റീവ് കാര്യങ്ങൾ ഒരിക്കലും ലൈഫിലേക്ക് ഫോഴ്സ്ഫുള്ളി അട്രാക്റ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ ഇതെല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. ആർക്കാണോ ഇതിൻ്റെ എനർജി മാച്ച് ചെയ്യുന്നത് അത് ആ ഒരു രീതിയിൽ അവരെടുക്കുക. എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല. ചില പോയിന്റ്സുകൾ ചില ആൾക്കാർ റെസനേറ്റ് ആയിരിക്കാം, ചില പോയിന്റുകൾ മറ്റുള്ളവർക്കായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എന്താണോ നിങ്ങളുടെ സിറ്റുവേഷൻ അതുമായിട്ട് നിങ്ങൾ മാച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മൈ സ്പിരിറ്റ് ഗൈഡ്, പ്ലീസ് ഗൈഡ് മീ മൈ ഗാർഡിയൻ ഏഞ്ചൽ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്തൊക്കെയാണ്, അവരെക്കുറിച്ചിട്ട്, എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും അവർ എന്തൊക്കെയാണ് ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് കാണുക. ഷഫ്ലിംഗ് പാർട്ട് കാണാൻ താല്പര്യമില്ലാത്തവർക്ക് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ഷഫിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ എനർജി ശരിക്കും ലഭിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഷഫ്ലിങ്ങിന് കുറച്ച് ടൈം എടുക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. സോ നിങ്ങൾക്ക് കാണണം എന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഈ ഷഫ്ലിംഗ് പാർട്ട് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫൈവ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് നമുക്കിവിടെ ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത്. സെക്കൻഡ് 10 ഓഫ് സോർഡ്സ്, ഓ വെരി സാഡ്. തേർഡ് കാർഡ് ദ എംപറർ, വീൽ ഓഫ് ഫോർച്യൂൺ, ക്യൂൻ ഓഫ് വാൻസ്, ദ മൂൺ കാർഡ്, ഡെത്ത് കാർഡ്. ദ ഹെറോഫിൻ്റെ എനർജിയാണ് നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടുന്ന് എനിക്ക് മനസ്സിലാകുന്ന കാര്യം, ഈ ഒരു റീഡിംഗ് കാണുന്നവർ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ടോട്ടലി ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട്, അതും അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ നിങ്ങളിത് ഈ ഒരു സിറ്റുവേഷൻ കടന്നു പോകുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് നിങ്ങൾക്കിടയിൽ എന്തോ ഒരു കോൺഫ്ലിക്റ്റ് സംഭവിച്ചിട്ടുണ്ട്. അതായത് ഒരുപക്ഷെ തേർഡ് പാർട്ടി കാരണമായിരിക്കാം നിങ്ങൾക്കിടയിലൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു കൺസിഡറേഷൻ ഒന്നും തന്നിട്ടുണ്ടാകില്ല. അതിൻ്റെ പേരിലായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു നോ കോണ്ടാക്ട് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അതായത് മുൻകാലങ്ങളിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് തുടങ്ങിയ കാലങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം
സ്നേഹവും പരിഗണനയും കെയറിങ്ങും ഒക്കെ അവർ തന്നിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ഫുൾ ടൈം നിങ്ങളോടുമായി സംസാരിച്ചിട്ടുണ്ടാകാം, നിങ്ങളുമായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ടാകാം, കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ടാകും. പക്ഷെ ആ ഒരു പാസ്റ്റിലുള്ള ഒരു ഇൻറ്റൻസിറ്റി ഒന്നും ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായതിനെ തുടർന്ന് നിങ്ങൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് നിങ്ങൾക്കിടയിൽ ഉണ്ടായി. അത് കാരണമാണ് നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഈ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് സംഭവിച്ചിട്ടുണ്ടാകുക എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെ ഒരു ടെൻഷൻ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. നമുക്കിവിടെ 10 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. സോ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അതായത് അവരുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി പോയോ, ഇനി ഇതെനിക്ക് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലേ എന്നൊക്കെയുള്ളൊരു ചിന്തയിലൂടെയാണ് അവർ പോകുന്നത്. അതായത് ഒരു ലോസ് ഫീലിങ്സ് ആണ് അവർക്കിപ്പോൾ അവരുടെ മനസ്സിലുള്ളത്. ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സണെ ചേസ് ചെയ്യുന്നത് നിർത്തിയിട്ടുണ്ടാകാം. അതായത് മുന്നേ അവർ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അവരെ ചേസ് ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ചേസിങ് നിങ്ങൾ നിർത്തി. അതുകൊണ്ട് തന്നെ അവർക്ക് അതായത് അവർക്ക് നിങ്ങളുടെ എനർജി കിട്ടാതായി. നിങ്ങൾ ചേസ് ചെയ്യുമ്പോഴാണ് അവർക്ക് നിങ്ങളുടെ എനർജി കിട്ടും. നിങ്ങളുടെ ചേസിങ് നിർത്തുമ്പോൾ അവർക്ക് നിങ്ങളുടെ എനർജി കിട്ടാതായി. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ പേഴ്സണ് ഒരു അവേക്കനിങ് സംഭവിക്കുവാണ്. അതായത് ഈ വ്യക്തി എന്നെ വേണ്ടാന്ന് വെക്കുമോ, അതായത് നിങ്ങളുടെ പേഴ്സണെ വേണ്ടാന്ന് വെക്കുമോ, മുന്നേയുള്ള കോൺഫ്ലിക്റ്റിൻ്റെ കാരണം അവരാണ് എന്നൊക്കെ അവർ ചിന്തിച്ച് അവർ ഇപ്പോൾ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അവരുടെ മനസ്സിൽ വളരെയധികം ഒരു ലോസ് ഫീലിങ്സ്, ഒരു ഫെയിലിയർ ഫീലിങ്സ് ആണ് ഇപ്പോൾ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാകും ഇത് 10 സോർഡ്സ് ആണ് ആ വ്യക്തിയുടെ പുറത്ത് ഇങ്ങനെ കുത്തി വെച്ചിരിക്കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതേ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത്. അതായത് ഒരുപക്ഷെ അവർക്ക് മെൻ്റലി മാത്രമല്ല ഫിസിക്കലിയും അവർക്ക് എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നു. എല്ലാവർക്കും ഇത് റെസനേറ്റ് ആകണമെന്നല്ല, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതുപോലെ നിങ്ങൾ ഇരിക്കുക. അതായത് നിങ്ങളുടെ പേഴ്സൺ ആരോഗ്യപരമായിട്ടും ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇമോഷണലി മെൻ്റലി അവർ വളരെ ഒരു ലോസ് ഫീലിങ്ങിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അവരൊരു ഈഗോയിസ്റ്റ് പേഴ്സൺ ആണ് എന്ന് കൂടി നമുക്ക് പറയാൻ പറ്റും. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ അവരെ ചേസ് ചെയ്യുന്നില്ല എങ്കിലും അവരൊരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് അവർക്ക് മനസ്സിൽ അങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം, നിങ്ങളുടെ പഴയതുപോലെ കോണ്ടാക്റ്റ് ആകണം, പഴയ ആ ഒരു സ്നേഹം അതുപോലെ തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ ഉണ്ടെങ്കിലും അവരത് നിങ്ങളോട് പ്രകടിപ്പിക്കില്ല. കാരണം വെച്ചാൽ അതൊരു എംബറർ എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. അതൊരു ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നാണ് എനിക്കിവിടെ കാണുന്നത്. പക്ഷെ നിങ്ങളോട് അവർക്ക് റെസ്പെക്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് അവരെ വാല്യൂ തരുന്നുണ്ട്, നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തരുന്നുണ്ട്, ഒക്കെ ഉണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ലൊരു സ്റ്റെബിലിറ്റി വേണം എന്നൊക്കെ അവർക്കുണ്ട്. പക്ഷേ അവർ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഈ ഒരു അവരുടെ സ്വഭാവം കാരണം നിങ്ങളുടെ ഇതൊന്നും അവർ പ്രകടിപ്പിക്കില്ല. നിങ്ങൾക്ക് അത് അതായത് അവരുടെ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്ത് അവരുടെ മൈൻഡിൽ തന്നെ വെക്കുകയാണ്. ഒരിക്കലും അതവർ പ്രാക്ടിക്കലി നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യില്ല. അത് തന്നെയാണ് നിങ്ങൾക്കിടയിലുണ്ടായ പ്രശ്നത്തിന് കാരണം. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് സ്നേഹമായാലും കെയറിങ് ആയാലും ഒന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അതിൻ്റെ പേരിലായിരിക്കാം നിങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടാകുക. പക്ഷെ ആ വ്യക്തിക്ക് അത് മനസ്സിലായെങ്കിൽ പോലും ആ ഒരു മനസ്സിലുള്ള ഈ വ്യക്തിയുടെ ഒരു ഈഗോയിസ്റ്റിക് നാച്ചർ കാരണം അവർ ഇപ്പോഴും ചെയ്യുന്നത് ആ ഒരേ ഒരു കാര്യം തന്നെയാണ്. അതായത് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ട് അവരൊരിക്കലും അവരുടെ സ്നേഹമായാലും കെയറിങ് ആയാലും റെസ്പെക്റ്റ് ആയാലും എന്താണോ നിങ്ങൾ അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് അതൊന്നും അവർ എക്സ്പ്രസ് ഇപ്പോഴും ചെയ്യാൻ തയ്യാറല്ല, ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. അതായത് അവരിൽ ഫോക്കസ്ഡ് ആണ്. അവർക്ക് അതായത് സെൽഫിഷായുള്ള ഒരു വ്യക്തിയെന്ന് നമുക്കിവിടെ പറയാൻ പറ്റും. കാരണം വെച്ചാൽ അവർക്ക് അവരുടെ കാര്യം കഴിഞ്ഞിട്ട് മാത്രമേ ബാക്കി എന്തുള്ളൂ. ഒരു സെൽഫ് ഫോക്കസ്ഡ് വ്യക്തി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ വ്യക്തി. അതുകൊണ്ട് അതായത് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ കൂട്ടാക്കാത്തത്. ഓക്കെ, പക്ഷെ നമുക്കിവിടെ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് ഇപ്പോൾ അവരുടെ മനസ്സിൽ അവർക്ക് ഉണ്ട്, അതായത് ആഗ്രഹമുണ്ട് ഈ ഒരു ബന്ധം മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണം. അവർ ചെയ്ത കാര്യങ്ങളൊക്കെ തെറ്റാണ്. അതായത് നിങ്ങളോട് ഇങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു. കാരണം വെച്ചാൽ നിങ്ങൾ അത്രയും
ഒരു ക്യൂൻ ഓഫ് വാൺസിൻ്റെ എനർജി കാണാം. അതായത് നിങ്ങൾ അത്രയും ഭയങ്കര ലവബിൾ ആയിട്ടും അതുപോലെ ഭയങ്കര കെയറിങ് ആയിട്ടും അതുപോലെ തന്നെ നിങ്ങളൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അതായത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലുണ്ട്. അതായത് നിങ്ങൾ ഓൾറെഡി ഒരു ജോബ് സെക്യൂർ ആയിട്ട്, അതായത് നല്ലൊരു ജോബ് ഉള്ള ഒരാളായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഫിനാൻഷ്യലി അതുപോലെ തന്നെ ഒരു മെച്യൂരിറ്റി ഉള്ള ആളായിരിക്കാം. അതുപോലെ അതായത് എല്ലാം കൊണ്ടും നിങ്ങളൊരു പൂർണ്ണതയുള്ളൊരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ കാണുന്നത്. അതായത് നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം, നല്ലൊരു ജോബ് ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ നിങ്ങൾ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിരിക്കാം, നിങ്ങളുടെ ഫാമിലി ആണെങ്കിലും നല്ലൊരു സ്റ്റാൻഡേർഡുള്ള നല്ല സ്റ്റേബിൾ ആയിട്ട് പോകുന്നതായിരിക്കാം എല്ലാം. അതായത് ഇവിടെ കാണുന്നുണ്ട് ക്യൂൻ ഓഫ് വാൺസ്. അതായത് ഈ ഒരു ലേഡീനെ പോലെയാണ് അവർ നിങ്ങളെ കാണുന്നത്. അതായത് നിങ്ങളുടെ കരിയറിൽ ഭയങ്കര അച്ചീവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നേടുന്നത് അതൊക്കെ അവർ നോക്കി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊരു പേടിയുണ്ട്. അതായത് നിങ്ങളെ വിട്ട് കളഞ്ഞാൽ നിങ്ങളെപ്പോലെയുള്ള ഒരു വ്യക്തിയെ അവർക്കൊരിക്കലും അവരുടെ ലൈഫിലേക്ക് പിന്നെ കിട്ടില്ല. അതായത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ഭയം അവരിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ തെറ്റായിപ്പോയി, ഒരിക്കലും ഈ ഒരു രീതിയിലുള്ളൊരു ബിഹേവിയർ നിങ്ങളോട് ചെയ്യരുതായിരുന്നു എന്നുള്ള ഒരു റിയലൈസേഷനൊക്കെ അവർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അതായത് നിങ്ങളാണ് അവരുടെ ഡെസ്റ്റിനിയിലുള്ള പേഴ്സൺ. അതുപോലെ തന്നെ ഒരിക്കലും നിങ്ങൾക്ക് പകരമാകാൻ വേറൊരു വ്യക്തി അവർക്ക് കിട്ടില്ല എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ചെയ്ത കാര്യങ്ങളിലൊക്കെ അവർക്ക് കർമ്മ ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ കൂടി വന്നിട്ടുണ്ട്. അതായത് അവർക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം യൂണിവേഴ്സായിട്ട് അവർക്ക് നിങ്ങളോട് ചെയ്ത കാര്യത്തിനൊക്കെ അവർക്ക് ഒരു കർമ്മ ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷനിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, അവർക്ക് ഇപ്പോൾ ചിലപ്പോൾ ഫിനാൻഷ്യലി കുറച്ച് സ്ട്രഗിൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ഫിസിക്കലി അവർക്ക് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇതൊക്കെ അവർ ആലോചിക്കുമ്പോൾ നിങ്ങളോട് ചെയ്ത തെറ്റിന് അവർക്ക് യൂണിവേഴ്സ് കൊടുത്ത ശിക്ഷ എന്ന രീതിയിലാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ അവരൊരു ലക്കി പേഴ്സൺ, നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷമായിരിക്കാം അവർക്ക് ഫിനാൻഷ്യലി ആയാലും കരിയറിലായാലും പേഴ്സണൽ ലൈഫിലായാലും ഒരു ഗ്രോത്ത് ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ അതൊക്കെ അവരിപ്പോൾ തിരിച്ചറിയുന്നു. അതായത് കാലചക്രം കറങ്ങി തിരിഞ്ഞ് നിങ്ങളരികിലേക്ക് വരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇത്രയും കാലം അവരെന്താണോ നിങ്ങളോട് ചെയ്തത് അതിനൊക്കെ അവർ പ്രായശ്ചിത്തം ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി വരാൻ പോകുന്നു എന്നാണ് നമുക്ക് പറയുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കാലചക്രം നിങ്ങളുടെ സൈഡിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിയിലായിരിക്കും ഇനി ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുക എന്നാണ് നമുക്കിവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ 3 എനർജി വന്നിട്ടുണ്ട്. അവരൊരുപക്ഷെ നിങ്ങളോട് പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടുണ്ടാകും എന്നാണ് എനിക്ക് കാണുന്നത്. അതുപോലെ തന്നെ ഇനി നിങ്ങളുടെ അടുത്തേക്ക് അവർ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അവർ സ്വീകരിക്കുമോ എന്നുള്ളൊരു ഭയം കൂടി അവർക്കുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവരോട് ഓപ്പൺ ആയി പറഞ്ഞിട്ടുണ്ടാകും. അത് നിങ്ങൾ 100% അവർക്ക് റെസ്പെക്റ്റും വാല്യൂം ഒക്കെ ഒരു ഹോണസ്റ്റി ആയിട്ട് നിങ്ങൾ അവരുടെ അടുത്ത് നിന്നിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് 100% ഹോണസ്റ്റായി നിന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ചില കാര്യങ്ങൾ അവർ നിങ്ങളുടെ അടുത്ത് മറച്ചു വെച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് ഒരു എന്താ പറയുക, ഒരു ഇല്യൂഷൻ വേൾഡിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അതായത് അവർക്ക് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് ഇതുവരെ തരാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു അതിൻ്റെ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്, അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അവർ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ അവരെ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഫിയർ, ഒരു ആങ്സൈറ്റി ഒക്കെ അവർക്കുണ്ട്. അതായത് അവർ ഒരുപാട് കാര്യങ്ങൾ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് ഒരിക്കലും അവർ കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുവരുന്നില്ല. അതാണ് അവരുടെ പ്രശ്നം. അതായത് അവർ ഈ പ്ലാനിങ് ഒക്കെ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കോൺഷ്യസ് മൈൻഡിലേക്ക് വന്ന് അത് പ്രാക്ടിക്കലായാൽ മാത്രമേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം സംഭവിക്കുകയുള്ളൂ. പക്ഷേ ഡെഫിനറ്റ്ലി നമുക്കിവിടെ ഒരു മാറ്റം കാണുന്നുണ്ട്. ഇത് ഡെത്തിൻ്റെ കാർഡാണ്. ഡെത്ത് ഒരു റീബർത്തിൻ്റെ കാർഡ് കൂടിയാണ്. അതായത് നിങ്ങളുടെ പെയിൻഫുൾ ആയിട്ടുള്ള ഈ സിറ്റുവേഷൻസ്, അതായത് പെയിൻഫുൾ എൻഡിങ്സ് ആണ് നമുക്കിവിടെ കാണുന്നത്. 10 എന്നുള്ളത് ഒരു അവസാനമാണ്. അത് 10 ഒരു അവസാനിച്ചിട്ട് പുതിയൊരു തുടക്കമാണ് ഇവിടെ വരാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണോ ഇപ്പോൾ തടസ്സങ്ങളായിട്ടുള്ളത്, അതുപോലെ തന്നെ സങ്കടമായിട്ടുള്ള എന്തെങ്കിലും അവസ്ഥകളുണ്ടോ, എന്തൊക്കെയാണോ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഈ റിലേഷൻഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, ആ ഒരു കാര്യങ്ങളൊക്കെ എൻഡ് ചെയ്ത് ഒരു പുതിയ ബിഗിനിങ് വരുന്നു എന്നാണ് പറയുന്നത്. തുടക്കം, അതായത്
ഒരു ചേഞ്ചസ് ഇവിടെ വരുന്നു എന്നാൽ നിങ്ങളുടെ പേഴ്സണൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതായത് ഒരു റിയലൈസേഷൻ വന്നിരിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ എന്താണ്, നിങ്ങൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്തോ ഈ റിലേഷൻഷിപ്പിനൊരു വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് കടന്നു വന്നത് ഒരു ആക്സിഡൻ്റലായിട്ട് കടന്നു വന്നതല്ല, അതിന് യൂണിവേഴ്സായിട്ട് നിങ്ങളെ തമ്മിൽ കണ്ടുമുട്ടിപ്പിച്ചതോ അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പ് യൂണിവേഴ്സായിട്ട് കൊണ്ടുവന്നതാണ് എന്നൊക്കെയാണ് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു റിയലൈസേഷൻ വന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറയാൻ പറ്റും. അതായത് ഇപ്പോഴുണ്ടായ നിങ്ങളുടെ എല്ലാ സൈക്കിൾസും ഈ സൈക്കിൾസ് എൻഡ് ചെയ്ത് പുതിയൊരു സൈക്കിൾസാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓപ്പൺ ആകാൻ പോകുന്നത്. അതുപോലെ തന്നെ ഹെറഫൻ്റെ കാർഡാണ് നമുക്ക് ഓവറോളത്തെ എനർജി വന്നിരിക്കുന്നത്. അതായത് ഇത് നമുക്ക് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്മിറ്റ്മെൻറ്റ് കാർഡാണ്. അതായത് ഒരു മാരേജ് കാർഡ് കൂടിയാണ് ഇത് മാരേജ് പോസിബിൾ ആകുന്ന ആൾക്കാർക്കാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു മാരേജ് അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻ്റ് ഒക്കെ ലഭിക്കാവുന്നതാണ്. ഇനി അതല്ല മാരേജ് നമ്മുടെ സൊസൈറ്റീൻ്റെ മുന്നിൽ, അതായത് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർസുള്ള ആൾക്കാരൊക്കെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സൊസൈറ്റീൻ്റെ മുന്നിൽ നിങ്ങൾക്കൊരു മാരേജോ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റോ ഒന്നും നടത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഹൈ ലെവൽ കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരാൻ നിങ്ങളുടെ വ്യക്തി റെഡിയാണ് എന്നാണ് അവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നവർ കൂടുതലും കുറച്ച് ഡിഫറൻസ് ഉള്ളവരായിരിക്കും. അതായത് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരുപക്ഷെ കാസ്റ്റ് ഡിഫറൻസ് അല്ലെങ്കിൽ റിലീജിയൻ ഡിഫറൻസ്, അതുമല്ലെങ്കിൽ ഏജ് ഡിഫറൻസ്, എന്തോ ഒരു ഡിഫറൻസ് നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ സൊസൈറ്റിയിൽ നമുക്ക് ഒരു തുറന്ന് കാണിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടും എനിക്കിവിടെ കാണുന്നത്. ഐ മീൻ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം കൂടുതൽ പേരും. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ സ്നേഹം വിശ്വസിച്ചും അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടെന്നും അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ഡിവൈൻ കണക്ഷൻ ആണെന്നുള്ളൊരു വിശ്വാസമൊക്കെ നിങ്ങളുടെ വ്യക്തിയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് അവരെ കർമ്മ കൊണ്ട് അവരെ യൂണിവേഴ്സ് അവരെ പഠിപ്പിച്ചു എന്ന് നമുക്കിന്ന് പറയാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾ അവരോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവർ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഫോർഗീവ് ചെയ്യുക എന്നാണ് നമുക്കിവിടെ പറയുന്നത്. അതായത് നമ്മൾ ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ നമ്മുടെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾക്ക് ആ ഒരു ദിവസം നമുക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണോ യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതിനൊക്കെ നമ്മൾ താങ്ക്സ് പറയുക. അതുപോലെ തന്നെ നമ്മൾ അന്ന് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ ചെയ്തിട്ടില്ലാതിരിക്കാം. എന്താണെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്ത് നമ്മൾ മനഃപൂർവ്വമോ അല്ലാതെയോ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഫോർഗീവ് ചെയ്യുക എന്നാണ് നമ്മൾ പറയുക. എന്നിരുന്നാൽ തന്നെ അതായത് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എപ്പോഴും യൂണിവേഴ്സിനോട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫോർഗീവ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ സ്നേഹിക്കുന്നത് പോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെയും നല്ല രീതിയിൽ സ്നേഹിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഒരു പോസിറ്റീവ് എനർജി നമ്മളുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാകും. സോ നമ്മൾ ഏറ്റവും നമുക്ക് ഒരു പോസിറ്റിവിറ്റി കിട്ടാനുള്ള ഒരു മാർഗ്ഗമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അതുപോലെ തന്നെ സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് നല്ല കാര്യങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ. ഒരിക്കലും നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു മോശം ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരില്ല, തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല. സോ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ ആഗ്രഹങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരുന്നതാണ്. സോ എപ്പോഴും നമ്മൾ യൂണിവേഴ്സോട് ഗ്രാറ്റിറ്റ്യൂഡോടെ ഇരിക്കുക. ഓക്കെ. ഹെയർഫിൻ്റെ എനർജി നമുക്ക് നല്ലൊരു എനർജിയാണ്, അടിപൊളി എനർജിയാണ്. സോ നിങ്ങളിത് ക്ലെയിം ചെയ്യാൻ നോക്കുക. നല്ലൊരു കാർഡാണ്. നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് റിലേഷൻഷിപ്പ് ആകുമ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ പിണക്കങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ഇഷ്ടങ്ങൾ കൂടുകയുള്ളൂ. എന്നാലും നമുക്ക് അവരുടെ പേഴ്സൻ്റെ ആയാലും നിങ്ങളുടെ ആയാലും നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം മനസ്സിലാകുകയുള്ളൂ. സോ ഇത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന കാര്യങ്ങൾ, അല്ലാതെ സ്നേഹം മാത്രം ഉണ്ടാകുന്ന ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും ഉണ്ടാവില്ല. അതൊരു ആക്ടിങ് മാത്രമായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇണക്കങ്ങളും ഒക്കെ ഉണ്ടായാൽ മാത്രമേ ആ ഒരു റിലേഷൻഷിപ്പിനൊരു അതിൻ്റെ ഒരു പൂർണ്ണത ഉണ്ടാകുകയുള്ളൂ. സോ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ പേഴ്സൺ എവിടെയും പോകില്ല. നിങ്ങളുടെ പേഴ്സൺ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് ആ ഒരു എനർജിയാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് മീ റൊമാൻസ് ഏഞ്ചൽ. ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് റൊമാൻസ് ഏഞ്ചലിന് തരാനുള്ള ഗൈഡൻസ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മെമ്പേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മൈ സ്പിരിറ്റ് ഗൈഡ്, പ്ലീസ് ഗൈഡ് മീ
അട്രാക്ഷൻ്റെ കാർഡാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. യു അട്രാക്ട് റൊമാൻറ്റിക് ലവ് ബൈ എൻജോയിങ് ദിസ് മൂമെൻറ്റ് ഫുള്ളി. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും, നല്ലൊരു കാർഡാണ്. സോ ഇതാണ് നമുക്കൊരു അട്രാക്ഷനാണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ വളരെ അട്രാക്ഷൻ ആണ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപക്ഷെ നിങ്ങളെ കാണാൻ നല്ല ഭംഗി ഉണ്ടാകാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ ക്യൂൻ ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയിലായിരിക്കാം നിങ്ങൾ. അതായത് നിങ്ങൾ ഒരു 100% എന്താ പറയുക, നമ്മൾ എല്ലാം ഒത്തിണങ്ങിയ ഒരു വ്യക്തി എന്ന് പറയില്ലേ, അങ്ങനെയുള്ളൊരു പേഴ്സൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഭയങ്കര അട്രാക്ഷനാണ് നിങ്ങളെ പേഴ്സൺ. അതുകൊണ്ട് തന്നെ നിങ്ങളെ വിട്ടുകളയാൻ അവരൊരിക്കലും റെഡിയല്ല. അതായത് നിങ്ങളെ വിട്ടുകളഞ്ഞാൽ നിങ്ങളെപ്പോലെയുള്ള ഒരു വ്യക്തിയെ പിന്നീട് ഒരിക്കലും അവരുടെ ലൈഫിലേക്ക് കിട്ടില്ല എന്നുള്ള പൂർണ്ണ ധാരണ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളെ അവരെ വിട്ടുകളയില്ല. റൊമാൻസ് ഏഞ്ചൽസും പറയുന്നത് അത് തന്നെയാണ് നമ്മളോട് അട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും റീഡിങ്സ് ചെയ്യണം ഉണ്ടെങ്കിൽ അത് ഏത് ടോപ്പിക്കാണോ ആ ടോപ്പിക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്ക് ഞാൻ നെക്സ്റ്റ് റീഡിങ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ എല്ലാവർക്കും സന്തോഷത്തോടെയും നല്ലൊരു പോസിറ്റിവിറ്റിയോടും കൂടെ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഇരിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.